ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഞങ്ങളുടെ ചെറിയൊരു ഡേ മൈ ലൈഫ് ആണ് സംഭവം. രാവിലെ തന്നെ ഉറക്കം എണീക്കാനുള്ള തീരുമാനമൊക്കെ ഞങ്ങളെടുത്ത്. ലിയോനെ തുറന്നു വിട്ടേക്കാണ്. പാവം ലിയോച്ചേ. മക്കളെ, എൻ്റെ കണ്ണ ഇഞ്ചിരി ഇവനെ രാവിലെ തുറന്നു വിട്ടില്ലെങ്കിൽ ഞങ്ങൾ എണീച്ചപ്പോൾ തൊട്ട് ഭയങ്കര ബഹളം കേട്ടോ. ഇവിടെ അത്രയും കിടന്ന് ഓടി. ലിയോ അങ്ങ് ബാ. ലിയോ ഇപ്പോഴേ കടിച്ചു തുടങ്ങി. എന്റെ കാലിൽ ചെറുതായിട്ടൊക്കെ വന്ന് കടിച്ചു. ഞങ്ങളെ പുതിയൊരു വർഷത്തിന്റെ തുടക്കത്തില് വിചാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വർഷം മുതല് നമ്മൾ രാവിലെ എണീക്കണം. രാവിലെ അതിരാവിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളെടുത്തു. പക്ഷെ പൊന്നൂന് വയ്യാതെ ഇരുന്നപ്പോ അതിന് ചെറിയൊരു മാറ്റം വന്നു. രാവിലെ ഒന്നും എണീക്കാൻ പറ്റിയില്ല. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേ ഹോസ്പിറ്റലിൽ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ അതിനുശേഷം മൊത്തമാണ് പുതിയൊരു തീരുമാനം എടുത്തു. ഒന്നും കഴിക്കല്ലേ. പുതിയൊരു തീരുമാനം എടുത്തതിന് തുടക്കം കുറിച്ച് ഇന്നലെ തൊട്ടാണ്. ഇന്നലെ നമ്മൾ അബദ്ധത്തിൽ എണീച്ചതാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ നമ്മൾ എണീച്ചപ്പോൾ അത് മനസ്സിലായി, അബദ്ധത്തിലൊന്നും അല്ല. നമ്മള് രാവിലെ എണീക്കാനുള്ള തീരുമാനം സക്സസ് ആയിട്ടുണ്ടെന്നുള്ളത്. രാവിലെ ഞാനും പൊന്നും കൂടെ 5 മണിക്ക് ഉറക്കം എണീറ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുക്കളയിലെ പരിപാടികളെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ചോറായില്ലേ ജി? അടുക്കള എന്തുപോയാ? നല്ലോണം വെന്തുപോയാ? വെന്ത് കുഴഞ്ഞില്ല, പക്ഷെ ചെറുതായിട്ട്. എനിക്കൊന്ന് ഇത് ചെയ്യാനുണ്ട്. അരി ഒന്ന് വടിച്ചു വെക്കണം. തേയിലവെള്ളമായി. മീൻകറിയൊക്കെ ആയിട്ടോ. ഞാൻ കാണിച്ചിട്ടാമേ. തോരൻ വെച്ച്, പിന്നെ പരിപ്പ് കറി, മറ്റേ വലിയ പരിപ്പുണ്ടല്ലോ അതിന്റെ കറി, മീൻ കറി, ചോറ് വെന്ത് പായസം. മീൻ കറിന് കോമഡി പറഞ്ഞാണ് പറ്റും. മീനിന്റെ അരപ്പരച്ച് എല്ലാം ചെയ്ത് ലാസ്റ്റ് ചട്ടി നോക്കിയപ്പോ എവിടെയോ ഒരു കുറവ്. അങ്ങനെയല്ല, അരപ്പരച്ചിട്ട് നേരെ കൊണ്ട് അടുപ്പ് വെച്ച് കത്തിച്ച് നോക്കിയപ്പോ എന്തോ ഒരു കുറവ്. മീനിട്ടില്ല. ഇനി രാവിലത്തുള്ള കാപ്പിക്കുള്ള പുട്ട്, തള്ളാനുള്ള പുട്ട് വെക്കണം. തേങ്ങ എല്ലാം തിരുവി. നമ്മുടെ 5 മണിക്ക് എണീച്ചപ്പോ രാവിലത്തെ പരിപാടികളെല്ലാം ഒഴിഞ്ഞു അല്ലേ ഒരു. ഇന്നലെ 4 മണിക്ക് എണീച്ച്, ഇന്ന് 5 മണിക്ക് എണീച്ച്. അല്ല, ഇന്ന് ഞാൻ 4 മണിക്ക് എണീച്ച്. നിങ്ങൾ എണീച്ച 5 മണിക്ക്. കാരണം ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. എനിക്ക് 2 ദിവസം കൊണ്ട് ഉറക്കമില്ല. പൊന്നൂനെ നോക്ക്, ഫേസ് മൊത്തം, ഫേസ് നല്ല, ശരീരം മൊത്തമായി ഫുഡ് കഴിച്ചിട്ട് അലർജി അല്ലേ, ഫുഡ് അലർജി വന്ന് സംഭവം. പനിന്ന് വന്നത് തന്നെ ഫുഡിന്റെ അലർജി ഉള്ളതുകൊണ്ടായിരുന്നു. ശരീരം മൊത്തം ചൊറിഞ്ഞ് ദേഹം, കൈയും കാലും എല്ലാം പാടായി. ഇപ്പൊ ഒരു ബ്ലൂ കളറായി. ഇതെല്ലാം മാറി വരാൻ ഏതാണ്ട് ഒരു 20 ദിവസമെങ്കിലും എടുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അല്ലേ. കാരണം പാവം പെണ്ണിന്റെ ഫേസ് ഒക്കെ കണ്ട അമ്മുമ്മ കണക്കായി. ശരിയായി വരും ഗൈസ്. കുഴപ്പമില്ല, അപ്പൂവന്റെ ഇടയിലേ ജീവിക്കണേ. അപ്പൊ ഇത് മാച്ചായി പോകും. നമ്മളെ പാവങ്ങൾ അപ്പൂപ്പനായി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ തന്തവൈബല്ലേ ഞാനൊക്കെ. പിന്നെ ഇനി ആ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ട് ഇല്ല ഒരുപാട് ഉറങ്ങണം. അല്ല, ഞാൻ ഉറങ്ങിയില്ല. കാര്യം 2 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. നിങ്ങള് രാത്രി ആവുമ്പോ അങ്ങോട്ട് ചെറിയൊരു കൂർക്കമ്പലിയുടെ ഒരു പ്രശ്നം. എങ്ങനെ ചെറിയ കൂർക്കമ്പലിയൊന്നും അല്ല, വലിയ വെച്ചിട്ടാണോ തോന്നി ജിമ്മിൽ പോവേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഈ മാസം കൊണ്ട് ഈ ജനുവരി ഉറക്കം ഞാൻ ടെറസിലോട്ട് ആക്കേണ്ടി വരും. നിങ്ങൾ ജിമ്മിൽ പോവില്ല. ഈ വർഷം തൊട്ട് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തേണ്. ആദ്യത്തെ തീരുമാനം എടുത്ത് പൊന്നു ഇന്ന വരെ എന്തോന്നടി ഇന്നലെ നീ എന്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് കുയില് വിളിക്കണ ശബ്ദം കേക്കണത്. കുയില് വിളിക്കുന്നത്, കാക്ക വിളിക്കുന്നത്, കോഴി കൂവുന്ന ശബ്ദം കേൾക്കുന്നത്. അതിന് മുന്നേ വരെ എത്ര മണിക്കൂറൊക്കെ എണീക്കൂടെ? ഒരു 10-11. ക്ലാസ് ഉള്ളപ്പോഴാ? ഇപ്പൊ 10 മണിക്കാണ് ക്ലാസ് എങ്കിൽ ഒരു 9:45. അടിപൊളി, മിടുക്കി. അങ്ങനെ ഇരുന്ന ആള് ഇന്നലെ സംഭവം തീരുമാനം എടുത്ത ഞാൻ പറഞ്ഞില്ലേ, പ്രകൃതി ഇത്ര രമണീയമാണെന്ന് ഇന്നലെയാണ് ഞങ്ങൾക്ക് അതിന് പറ്റിയത്. അപ്പൊ ഇന്നലെ തന്നെ അതിന് ചാടി എണീച്ച് വ്ലോഗ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം അബദ്ധത്തിൽ എണീച്ച് കുക്ക് ചെയ്താണ് കഴിക്കും. അടുത്ത ദിവസം ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ദിവസം തന്നെ നമ്മുടെ ഡേ മൈ ലൈഫ്, നമ്മുടെ പുതിയ ജീവിതം തുടങ്ങുന്നതിന്റെ ഒരു ഡേ മൈ ലൈഫ്. കല്യാണം കഴിഞ്ഞിട്ട് ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. പുതിയൊരു വർഷം
എന്തായാലും ഈ വർഷം തൊട്ട് രാവിലെ നമുക്കിനി കുറച്ചും കൂടെ ഒക്കെ സെറ്റ് ആയതിനു ശേഷം എല്ലാ ദിവസവും അമ്പലത്തിൽ പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇതൊക്കെ കുറഞ്ഞിട്ട് എന്റെ കയ്യിലെ മൊത്തമൊക്കെ ഇത് കുറഞ്ഞിട്ട് നടക്കുമെന്നറിയില്ല. എന്തായാലും നമുക്ക് ഞാൻ ഇനി കാപ്പിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് കാണാമേ. രാവിലെ ടെറസിന്റെ മേലെ നിന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ കാണാതെ റോട്ടിൽ പോയിരിക്കുന്നു. ആരെ കാണാൻ പോയടാ? ഏത് പട്ടിയെ കാണാൻ പോയടാ നീ? പട്ടി പെണ്ണിനെ ഏത് പട്ടി പെണ്ണിനെ കാണാനാടാ പോയ? കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കോ? പറയിപ്പിക്കോ കുടുംബത്തിന്? അവന്റെ നാണം നോക്ക് ലിയോച്ച. എന്നെ കടിക്കണേ എന്തിന്? പേരുദോഷം ഉണ്ടാക്കിക്കോ കുടുംബത്തിന്. കണ്ടോ 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 പെൺപട്ടികളെ അങ്ങനെ വിളിച്ചോണ്ട് കുടുംബത്ത് വരുമെങ്കിൽ. രാവിലെ ഞാന് അവനെ ടെറസിന്റെ മേളിലാക്കിയിട്ട് പോയതാണ്. ഇവൻ എപ്പോഴാക്കിയാലും ഇവൻ നേരെ റോട്ടിൽ പോകും. റോട്ടിൽ പോയിട്ട് ഇന്നലെ നോക്കിയപ്പോ ഒരു അമ്മുമ്മയെ കണ്ടിട്ട് അമ്മുമ്മക്ക് പേടിയായില്ല. അമ്മ കണ്ട് ഇവൻ പേടിച്ചോടി. കേട്ടോ നീ ആൾക്കാരെയൊക്കെ ഓട്ടിക്കുന്നൊക്കെ വിചാരിച്ചാണല്ലോ. ആൾക്കാരെ കാണാൻ പേടിച്ചോടണം ഏടാ. പോടാ എന്റെ കൊച്ചിനെ പിടിക്കാതെ. കല്യാണി കണ്ടോ? കല്യാണി ഇപ്പം ഈഗോ അടിച്ച് തല തല്ലിച്ച്. കല്യാണി കണ്ടിട്ട് ഇവിടെ നോക്കിട്ട് അവൾ എന്തിന് ആ പട്ടീനെ എടുത്ത് വെച്ചേക്കണം? ഞാൻ ഇവിടെ ഞാൻ സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന എന്നെ ഇപ്പൊ ഒളിച്ച് ജീവിക്കേണ്ട അവസ്ഥ. അതാണ് സെറ്റിനടിയിൽ ഒളിച്ചിരിക്കുകയാണ്. ഞാൻ ഇവനെ കൊണ്ടാക്കിയിട്ട് വരാം കേസ്. ഇനി ഇട്ടിരുന്നു കഴിഞ്ഞാൽ കൊറേ പേര് ചോദിച്ചു ലിയോ എവിടെ? ലിയോ കാണാനില്ല. ഇതാണ് ലിയോ. വളർന്നു വലുതായി. ലിയോച്ചൻ വളർന്ന് കുറച്ച് വലുതായി. ഒരു 7 മാസമായി കാണും. ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ല. എനിക്കൊരു 3 മാസമായപ്പോ കിട്ടിയതാണ്. അവര് പറയുന്ന അങ്ങനെയാണ്. കറക്റ്റ് അവർക്കും അറിയുമോന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും അവനൊരു 7 മാസം. ലിയോ തിരക്കണം എല്ലാവർക്കും. ലിയോ ഹായ് ഓട്. ഹായ് മമ്മിന് പൊന്നു ഹായ് കൊടുറ. ലിയോ തിരക്കണം എല്ലാവർക്കും വേണ്ടി. ലിയോ കണ്ട് ഇത്രയായി വളർന്ന് വലുതായി മുതുക്കി ചെടുക്കനായി. ഓക്കെ ഞാൻ ലിയോനെ കൊണ്ടാക്കിട്ട് വരാമേ. ഇപ്പൊ നമ്മുടെ വീട്ടില് ഏകദേശം രാവിലെ ഇപ്പൊ എത്ര മണിയാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 6:45. 6:45 നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ മനസ്സിൽ ചിന്തിച്ചത്. രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ നോക്കാം. എല്ലാം കഴിഞ്ഞ് പൊന്നുവിൻ്റെതായ ജോലി, എനിക്ക് എൻ്റെതായ ജോലിക്ക് പോവാം. അങ്ങനെ കാര്യങ്ങൾ. അതൊരു സന്തോഷമായിട്ടുള്ളൊരു കുടുംബം അങ്ങനെ ആവണം എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലാഗ്രഹം. സത്യം പറഞ്ഞാൽ ഇപ്പോഴതായി തുടങ്ങിയപ്പം ചെറിയൊരു സന്തോഷമല്ല, വലിയൊരു സന്തോഷമാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മളെ ലിയോ അച്ഛനെ കൂടുതലാക്കിയിട്ട് വരാം. ഇനി നിന്ന് കഴിഞ്ഞാൽ നാണം കൊണ്ട് കാണിക്കണ വേലത്തിനൊക്കെയാണ്. ഇന്ന് രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇനി അമ്മയ്ക്ക് കുറച്ച് പുട്ടും ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കി പയറുകറി മതിയാവും. അമ്മയ്ക്ക് പഴം കൊടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് പയറും പുട്ടും ഇഷ്ടപ്പെട്ടാ? അമ്മയ്ക്ക് കൊടുത്ത് അടുത്തത് അച്ഛന് പുട്ടും പഴവും കൊടുക്കാമെന്ന് വിചാരിച്ചു. പൊന്നു രാവിലെ ജോലിയൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് തല ചായ്ക്കട്ടെ എന്ന് പറഞ്ഞ് കിടന്നതാണ്. അപ്പം ഇതുവരെ എണീറ്റില്ല. അപ്പം വയ്യാത്തോണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എണീക്കട്ടെ, കുഴപ്പമില്ല, കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അച്ഛന് പുട്ടിൻ്റെ കൂടെ നമ്മളെ വീട്ടിലുണ്ടായ കൊലയാണ്. വേണ്ട സംഭവം കൊള്ളാമോ? അച്ഛന് ഒരു 2-3 പഴവും കൂടെ കൊടുക്കുമ്പോൾ അവർക്കുള്ള കാപ്പിയായി. പിന്നെ ആ പരിപാടി കഴിഞ്ഞു. ഇതുപോലെ ഇനി വേണോ? പഴം വേണോ ഇനി? അച്ഛന് 4 പഴമൊന്നും പോരാ, ഇനി 2 എണ്ണം കൂടെ വേണം. അപ്പം അച്ഛനും കൂടെ പഴം കൊടുത്തിട്ട്, അച്ഛന് ചെവിക്ക് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് ഉറച്ച് പറഞ്ഞാലേ കേൾക്കാൻ പറ്റുള്ളൂ. പുട്ടിൻ്റെ കൂടെ പയറുകറി കൊള്ളാമോ? ഇഷ്ടപ്പെട്ട? ഉച്ചയ്ക്കുള്ളതിന് വെച്ചതാണ്. സമയാസമയം ആഹാരങ്ങളായില്ലേ ഇപ്പം? ഞാൻ നേരത്തെ സമയത്തിന് ഉണ്ടാക്കാൻ പറ്റാതെ ഞാൻ ഓടി നടന്നുകൊണ്ടിരുന്നു. ഇപ്പം അതാ രാവിലെ പയറുകറിയും പുട്ടും അമ്മയ്ക്ക് കൊടുത്തതാണേ. ഹായ്. രാവിലെ അച്ഛനും അമ്മയ്ക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ നേരെ റൂമിൽ പോയി നോക്കിയാൽ പൊന്നു കിടന്നുറങ്ങുന്നു. പൊന്നു ജസ്റ്റ് അതിന് മുന്നേ വരണമെന്നും പറഞ്ഞ് പോയതാണ്. ഞാനൊന്ന് ഫോണിൽ നോക്കിയിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയ ആൾ പോയി കിടന്നുറങ്ങി. പിന്നെ ഞാൻ പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴും സമയം ഇപ്പം താണ്ടെ 12 മണിയായി.
12 മണിയായപ്പോഴാണ് രാവിലെ 7 മണിക്ക് കാപ്പി ഉണ്ടാക്കി പക്ഷേ കാപ്പി കുടിക്കുന്ന കൊള്ളാല്ലേ പുട്ടും പഴവും മീനും. പുട്ടും അവിച്ച പഴവും നല്ലതാണ്. ഇനി അവിച്ച പഴവും മുട്ട മാങ്ങാച്ചാറ് മീൻകറി കന്തരി. മുട്ട കണ്ട ഞാൻ ഇവക്ക് കൊടുക്കണം കല്യാണി. ഇന്ന് ചിലപ്പോ വണ്ടി ശരിയാക്കാൻ പോയിട്ട് വരും. സമയം ഉണ്ടെങ്കിൽ വണ്ടി ശരിയാക്കാൻ പോണം. വണ്ടിയുടെ ചെയിനൊക്കെ പൊട്ടി കംപ്ലൈന്റ് ആയി. തുഴഞ്ഞ് തലമുള്ള ഞാൻ എടുത്തേ. നിങ്ങൾ കുടിച്ചല്ലേ തരളം? ഇതാണ് ശകലം വലിയ രാത്രി ഉറങ്ങാനും സമ്മതിക്കൂല, രാവിലെ ആഹാരം കഴിക്കാനും സമ്മതിക്കൂല. രാത്രി കൂർക്കം വലി ഞാൻ അറിയാതെ ഒന്നും ഗിറൊന്നും വലിച്ചതാണ് വെള്ള തെറ്റ്. ഗിറൊന്നും അല്ല, പിന്നെ ഞാൻ കൂർക്കൊന്നും വലിക്കൂല. ഞാൻ വീഡിയോ എടുത്തു വെക്കാം. ഇനി അടുത്ത് വരും. ഞാൻ ഇതുവരെ വീഡിയോ എടുത്തു വെച്ചാൽ എനിക്ക് എന്തൊരു തരും? എന്തൊരു തരും? അത് തെളിയിക്ക്. ആവട്ടെ. എനിക്ക് ആ മുളക് നേരോ ഞാൻ രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയില്ല. നീ ചൊറഞ്ഞൊറഞ്ഞ് കിടക്കും. ചൊറഞ്ഞല്ല, കാല് ചൊറഞ്ഞൊറഞ്ഞ് നീ അങ്ങനെ കിടന്നു. അതുകൊണ്ടാണ് നീക്കത്ത. നിങ്ങളെ കൂർക്കം വലി ഞാൻ വിചാരിച്ച എങ്ങനെയാണെന്ന് അറിയാമോ? മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് പോവാം. പിന്നെ വണ്ടി ശരിയാക്കാൻ പോകണം. ഇതൊക്കെ വിചാരിച്ചാണ്. പക്ഷെ നീ എന്ത് ചെയ്തു? നീ കിടന്നുറങ്ങും. ഇന്നലെ ഉറങ്ങിയില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഉറങ്ങിയത്. ഞാൻ ഇനി പോയി വണ്ടി ശരിയാക്കാൻ പോണോ വേണ്ടെന്നാണ് ആലോചിക്കുന്നത്. ശകലം വെള്ളം വേണ്ട. ശകലം പ്ലീസ്. ഒരു ചെറിയൊരു സ്നേഹം ഉണ്ടെങ്കിൽ നീ വെച്ചാ വേണ്ട. ഞാൻ ഇങ്ങനെ ചരിച്ചു കുടിച്ചോളാം. അവിടെ വെള്ളം ചരിച്ച് ഞാൻ കുടിച്ചോളാം. അതാണ് അഴുക്ക് സ്വഭാവം. എന്റെ അഴുക സമാധാനം ഒന്നും സ്വന്തമായിട്ട് എടുക്കൂല, എല്ലാം എൻ്റെ കഴിട്ട് വരും. ഞാനിത്തിരി കൊതിയായിട്ട് ഇത്തിരി വെള്ളം ചോദിച്ചപ്പോ രാവിലെ 2 ചരുവം വെള്ളം കുടിച്ച ആളാണ്. ഞാനാണെങ്കിൽ രാവിലെയും കുടിച്ചില്ല, ഇപ്പോഴും കുടിച്ചില്ല. നീ ഇട്ട് വെച്ചിട്ട് പകുതിക്ക് പോവും. ഞാൻ എന്ത് ചെയ്യാം? ശകലം തന്നാ മതി. ഇതാണ് സ്വഭാവം. ശകലം എടുത്തോളൂ. ശകലം. എനിക്ക് കുറച്ച് പുട്ടും തന്നു, വെള്ളം പോലും തന്നില്ല. ഞാൻ ഇനി പോയി കയ്യും കഴുകിയിട്ട് വണ്ടി ശരിയാക്കാൻ പോണോ വേണ്ടെന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ്. അണ്ണൻ ഞാൻ വെച്ച് വാല് കണ്ടപ്പോൾ ഞാൻ വെച്ച് പാമ്പാണെന്ന്. കടന്തല്. എൻ്റെ സമയം ശരിയല്ല. എനിക്ക് എൻ്റെ മുഖം കണ്ടോ? ഈ മുഖം കണ്ട? ഞാൻ ഫുഡ് കഴിച്ച് എനിക്ക് ഫുഡ് അലർജി വന്നതാണ്. ന്യൂ ഇയറിന് വന്നതാണ്. ഇന്നിപ്പോൾ 10 ദിവസമായിട്ടും ചൊറിച്ചിലൊക്കെ പോയി, ബാക്കിയെല്ലാം മാറി. പക്ഷേ മുഖത്തും കയ്യിലൊക്കെ ഉള്ള പാട് മാറിയില്ല. അതേപോലെ തന്നെ എനിക്ക് എല്ലായിടത്തുമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കി കഴിക്കുക. കാര്യം എപ്പോൾ വേണോ പണി കിട്ടാം. എനിക്ക് പണി കിട്ടിയോണ്ട് പറയണേ, എപ്പോൾ വേണോ പണി കിട്ടാം. നോക്കി കഴിക്കുക. ഫുഡ് കഴിക്കുമ്പോൾ നോക്കി മാത്രം കഴിക്കുക, ഇല്ലെങ്കിൽ ഇതേപോലെ ആവും ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഈയിടയ്ക്ക് ഓവർ ഫുഡായിരുന്നു. കണ്ണി കണ്ടതെല്ലാം വാരി വലിച്ച് തിന്ന്, ഒരു കോമ്പിനേഷനും ഇല്ലാത്ത, ഒരു ചേർച്ചയില്ലാത്ത ആഹാരങ്ങൾ കഴിച്ച് കിട്ടിയതാണ് എനിക്ക് ഗിഫ്റ്റ്. ചേട്ടൻ വിടില്ല, ചേട്ടൻ വർക്ക്ഷോപ്പിൽ പോയി. എനിക്ക് വയ്യാത്തതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഏത്തപ്പഴമൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ കുറച്ച് ഏത്തപ്പഴം ഇരിക്കണം. ഞാൻ വെച്ചു ഒരു കടന്തല്, ഒരു വലിയ കടന്തല് കാണാൻ പറ്റുമോ തോന്നുന്നു. കണ്ട
വലിയ കടന്തല് കുത്തോ എന്തോ കിടന്ന് പറക്കാണ്. പോട്ടെ. എൻ്റെ വീട്ടിൽ നിന്ന് ഏത്തപ്പഴം കൊണ്ടുവന്നു. അപ്പം അത് തിന്നിട്ടും തീരുള്ളൂ. അപ്പം ഞാൻ വെച്ച് വാഴയ്ക്കൊപ്പം ഉണ്ടാക്കാം. എനിക്ക് പുറത്തുനിന്നൊന്നും കഴിച്ചുകൂടാ, എണ്ണപ്പലഹാരവും കഴിച്ചുകൂടാ, പക്ഷേ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി തിന്നാം. ചേട്ടൻ വരുമ്പോൾ ഒരുപാട് ലേറ്റാവുമെന്ന് തോന്നുന്നു. വർക്ക്ഷോപ്പിൽ പോയി വണ്ടി ശരിയാക്കി. ആ നേരം കൊണ്ട് നമുക്ക് വാഴയ്ക്കപ്പത്തിനുള്ള ബാറ്റർ റെഡിയാക്കി വെക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടി കൂട്ടി ഉണ്ടാക്കാം. കടലമാവും ഉണ്ട്, ഗോതമ്പും ഉണ്ട്. ഇത് വെച്ച് സത്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. ഇത് രണ്ടും കൊണ്ട് മിക്സ് ചെയ്ത് എടുക്കാം. ചേട്ടൻ വന്നിട്ട് ബാക്കി നമുക്ക് സെറ്റാക്കി എടുക്കാം. നമുക്ക് എനിക്ക് മൊത്തത്തിൽ തെറ്റാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അത് പൊട്ടത്തരത്തിലും മണ്ടത്തരത്തിലും ചെന്ന് വീഴുകയാണ്. എനിക്ക് ഈ വർഷം അഴുക്ക വർഷം, എനിക്കൊരു പന്ന വർഷം. നമുക്ക് എന്തായാലും വാഴയ്ക്കപ്പം ഉണ്ടാക്കാം. ചേട്ടൻ പറഞ്ഞതിന് മുമ്പ് അതിനുള്ള ബാറ്റർ റെഡിയാക്കി വെക്കാം. കുറച്ചധികം പണിയുണ്ടെന്ന്. ഞാൻ ഇവിടെ ഓൾറെഡി ഗോതമ്പുമാവും കടലമാവും കുറച്ച് ഉപ്പും പഞ്ചാരയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് കുഴയ്ക്കുന്നവർക്ക് കൈ കൊണ്ട് കുഴയ്ക്കാം, സ്പൂൺ കൊണ്ട് കുഴയ്ക്കുന്നവർക്ക് സ്പൂൺ കൊണ്ട് കുഴയ്ക്കാം. ഞാൻ ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. കാരണം എനിക്ക് വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ അങ്ങോട്ട് അറിയത്തില്ല. ഇത് കുളമായിപ്പോയാൽ ആർക്കും തിന്നാൻ പറ്റാത്ത അവസ്ഥയാവും. ബാറ്റർ റെഡിയായി. നമുക്കിതിനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബാക്കി നമുക്ക് ചേട്ടൻ വന്നിട്ട് എടുക്കാം. വിളക്ക് കൊളുത്താൻ സമയമായി. ലൈറ്റ് ഇട്ടേരെ ഇവിടെ. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ വൈകുന്നേരമായി. വിളക്കൊക്കെ കൊളുത്തി സംഭവം സന്തോഷമായി. പൊന്നു അവിടെ അടുക്കളയിൽ ചെറിയൊരു പഴംപൊരി നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാനുള്ള പരിപാടി. അതിനിടയിൽ തന്നെ അമ്മ 2-3 കാര്യങ്ങൾ ചെയ്തു. പഴംപൊരി ഉണ്ടാക്കാതിരുന്ന സമയത്ത് വെച്ചിരുന്ന പഴത്തിന് കട്ട് തിന്നു. ആകെ 4 പഴം അവൾ എണ്ണി വെച്ചിരുന്നു. എണ്ണി വെച്ചിട്ട് നമ്മൾ കുളിക്കാനും കണ്ടപ്പോയി പൊന്നു. പോയ സമയത്ത് അമ്മ എന്ത് ചെയ്ത് ഒരൊറ്റ പഴം എടുത്തോണ്ട് പോയി പതുക്കെ കൊണ്ടുപോയി നേരെ കട്ടിലിൻ്റെ അവിടെ ഒളിപ്പിച്ച് വെച്ച്. എന്നിട്ട് ആരും കാണാതെ കഴിച്ച്. എന്നിട്ട് ആ പഴത്തുള്ളി എവിടെ വെച്ച് എന്നിട്ട് ഇല്ലാത്ത സത്യങ്ങൾ മൊത്തം ഇട്ട് ദൈവങ്ങളെ അമ്മേനെ എല്ലാവരെയും കൊണ്ട് സത്യം ഇട്ടിട്ടിരിക്കുകയാണ് ആള്. എന്നിട്ട് അമ്മ പറയുന്ന സത്യം കേട്ടപ്പോൾ ഞാൻ തന്നെ അതിശു. എനിക്ക് സംഭവം പഴം ഇനി കാണാം, ഇനി എണ്ണം പൊന്നുവിന് തെറ്റിയതാണ്. ഏറ്റവും അവസാനം ഞാൻ പതുക്കെ ചെന്ന് ചോദിച്ചു, അമ്മ പഴം എടുത്താ എവിടെ ഇരിക്കുന്നു? അപ്പം എൻ്റെ അടുത്ത് പറയാണ്, എന്തായിരുന്നു പറഞ്ഞത് എൻ്റെ അടുത്ത്? ഞാൻ ചോദിച്ച അവസാനം പറയണ ഒരെണ്ണം ഞാൻ എടുത്ത്. ഉച്ചത്തൊക്കെയുള്ള കോമഡി പറഞ്ഞുതരാമേ. ഇന്ന് മൊത്തം കോമഡികളും കാര്യങ്ങളും ഉള്ള ദിവസമായിരുന്നു. ഉച്ചത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കാണിച്ചത് ഇവിടെ തോരൻ വെച്ചിരുന്നു. തോരനെ എടുത്ത് ആരും കാണാതെ തോരനും മീനും ഏറ്റവും കഴിച്ച്. നമ്മളിവിടെ ഞാൻ രാവിലെ പൊന്നും പാവം ഞാനും പൊന്നും കൂടെ കഷ്ടപ്പെട്ട് വെച്ച തോരനാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് എല്ലാം കൂടെ കഴിക്കാമെന്നും പറഞ്ഞ് വെച്ചിരുന്ന തോരനെ അമ്മ എന്ത് ചെയ്ത് ഒറ്റയടിക്ക് ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ പുട്ടും മീനും തിന്നുന്നു. ഞാൻ പുട്ടും മീനാ? ഇതെവിടെ പുട്ടും മീനും? ഈ ചരുവത്തിലല്ലല്ലേ. തോരൻ ഒരു ചരുവൻ തോരൻ മൊത്തം എടുത്ത് തിന്ന് കളഞ്ഞ്. അങ്ങനെ ഈ വീട്ടിലെ കൊച്ചു കള്ളിയാണ് അതായിരിക്കുന്നത്. പിന്നെ പൊന്നു അവിടെ അടുക്കളയിൽ എന്തായി നോക്കിയിട്ടില്ല. ഇന്ന് പൊന്നുവിൻ്റെ സ്പെഷ്യലായിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിരുന്ന് അതിലൊരു പഴം അമ്മ കട്ട് തിന്നു. അതിൻ്റെ വിഷമത്തിലാണ് പൊന്നു. അപ്പോൾ നമ്മളെ സ്പെഷ്യലായിട്ടുള്ള പഴംപൊരി കരിഞ്ഞില്ലേ? സ്പെഷ്യലായിട്ടുള്ള പഴംപൊരി എന്താണെന്നുള്ളത് ദാ പഴംപൊരി റെഡി. മണമുണ്ട് കേട്ടാ, കൊതിയും വരുന്നു.
പെണ്ണ് കാണാൻ ഞാനാണ് പോകുന്നത്. സാധാരണ പൊന്ന് പോകുമായിരുന്നു പെണ്ണ് കാണാൻ. ഇത്തവണ പൊന്നിന് അടുക്കളയിൽ കുറച്ച് പണിയുള്ളതുകൊണ്ട് ഞാൻ തന്നെ പെണ്ണ് കാണാൻ പോവുകയാണ്. പെണ്ണിനെ പോയി കണ്ടിട്ട് കേട്ട്. ചേച്ചി ചൂടാണ് ചേച്ചി, എടുത്ത് പിടിക്കും, കൈ കൊള്ളും. നല്ല ചൂടുണ്ട്. വാഴയ്ക്കപ്പം തരൂല. ഒരു ഇത് പഴം തിന്നാ രാവിലെ ഇത്തിരി നേരത്തെ മുന്നേ കട്ട് തിന്നാ പറഞ്ഞു പോയാ. അല്ലെങ്കിൽ വേണ്ട, അച്ഛന് കൊടുക്കാം. അമ്മക്ക് വേണ്ടല്ലേ? വേണ്ടെന്നല്ലേ പറഞ്ഞത്? കഴി. കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയണം, കൊള്ളൂലേ കൊള്ളൂലെന്ന് പറയണേ. എന്താണ് അഭിപ്രായം പറയൂ. അടിപൊളി. അപ്പൊ മരുമോള പഴംപൊരി അടിപൊളിയാണ്. മരുമോള ഉണ്ടാക്കി പഴംപൊരി കൊള്ളാന്ന് അമ്മ പറഞ്ഞു. ഇനിയിപ്പോ ഞാനും പൊന്നും കൂടെയാണ് ബാക്കിയുള്ള പരിപാടികൾ. അപ്പാ ഈ എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയിട്ട് തിന്നാൻ വേണ്ടിയിട്ട് പണ്ട് നമ്മൾ കാത്തിരിക്കുമായിരുന്നു. ഞാൻ കൂടുതലും കാത്തിരുന്നത് കുഞ്ഞമ്മ അവിടെ ഉണ്ടാക്കുമ്പോഴാണ്. ബജിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഞാൻ കാത്തിരിക്കും. അത് എനിക്ക് പൊന്നും ഉണ്ടാക്കണ ഓരോ സാധനങ്ങൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പഴംപൊരി, കട്ടൻ ചായ ഉണ്ടാക്കിയ കട്ടൻ ചായയിൽ പഞ്ചാര ഇട്ടില്ല. തീട് കരിഞ്ഞ പഴംപൊരി അല്ല എൻ്റെ കൊച്ചിനുണ്ടായിട്ട്. ഇതിന്റെ റെസിപ്പി വേണ്ട, കമന്റ് ഇടോ. ഇതിന്റെ റെസിപ്പി വേണ്ടവർ കമന്റ് ചെയ്യുക. കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാ പഴംപൊരി ഹോട്ടലിൽ തട്ടടെ കിട്ടുന്ന ടേസ്റ്റ് കിട്ടൂല. ഒരു സാധാ എന്തായാലും കൊള്ളാം. മായമില്ല മന്ത്രമില്ല. ഞാൻ ചിന്തിക്കണത് നമ്മള് വീട്ടിൽ ഉണ്ടാക്കുമ്പോ എങ്ങനെ ഇങ്ങനെ കരിഞ്ഞ പഴംപൊരി കിട്ടണം എന്നാണ്. അതാണ്, നീ അത് മറിച്ചിട്ടില്ലെങ്കിൽ വരും. കടയിൽ നിന്ന് കിട്ടണ പഴംപൊഴി വാഴയ്ക്കപ്പം. നമ്മളിവിടെ അങ്ങനെ പറയും വാഴയ്ക്കപ്പം. വെറുതെ ഷോ എന്തിനാണ് പഴംപൊരി എന്നൊക്കെ പറയണത്? അമ്മ ഇവിടെ തിരുവനന്തപുരത്ത് എനിക്ക് അന്നോടാ വാഴയ്ക്കപ്പം എന്നാണ് പറയണം. വാഴക്കായലുണ്ടാക്കിയ അപ്പം. അപ്പൊ വാഴയ്ക്കപ്പം. പൊന്നു ചോദിച്ചു എന്തുകൊണ്ടാണ് ഹോട്ടലിൽ ഉണ്ടാക്കുന്നതിനെ കണക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞു പോകുന്നത്, ഹോട്ടലിൽ ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞു പോകുന്നില്ല? അതിനുള്ള മെയിൻ ഉത്തരം, അവര് കരിയുന്നതിന് മുന്നേ എടുക്കുന്നു. നമ്മൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പൊന്നുവിന് വയ്യാതൊക്കെ ആയപ്പോഴ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹോസ്പിറ്റലോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങനെയൊക്കെ ആയി. ഞാൻ പറഞ്ഞു അവരടുത്ത് ഫുഡ് കഴിക്കുമ്പോ ശ്രദ്ധിക്കുക. ഞാൻ ഒരു പ്രാവശ്യം അത് പറഞ്ഞു. നീയാണ് മെയിനായിട്ട് സൂക്ഷിക്കുക, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഫുഡ് കഴിച്ച് ഞാൻ പക്ഷെ ഈ പറഞ്ഞ ബർഗർ, പിസ്സ, ഫ്രൈഡ് ചിക്കൻ അതൊന്നും അല്ല തിന്നത്. ഫാസ്റ്റ് ഫുഡുകളല്ല, അല്ല കവറിലുള്ള ഫുഡുകളാണ്, പാക്കറ്റ് ഫുഡുകളാണ് കഴിച്ചത്. സോസ് എന്ന് പറയുന്ന സാധനം കഴിക്കാൻ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ കഴിച്ചത് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ്, കുറച്ച് ഗുഡ്ഡേര ബിസ്ക്കറ്റ്, കുറച്ച് ബ്രൗണി. ഡെയിലി ഓരോ പാക്കറ്റ് ഗുഡ്ഡേര ബിസ്ക്കറ്റ് ആണ്. അതെല്ലാം നിർത്തി. ഇപ്പൊ കഞ്ഞിയും പയറും മതി. ഡോക്ടർ പറഞ്ഞു കഞ്ഞിയും പയറാണ് ഏറ്റവും ബെസ്റ്റ്, ജീവൻ വേണമെങ്കിൽ അത് കഴിച്ചാൽ മതി. ഞങ്ങൾ അങ്ങനെ ഇത്രയും ദിവസത്തിന് ശേഷം പൊന്നു ഒന്ന് ഉയർത്തെണീച്ചപ്പോഴാണ്, വീണ പൊന്നു ഒന്ന് റെഡിയായി എണീച്ചതിന് ശേഷം ഇതേ കണക്ക് കട്ടൻ ചായ ഇട്ടൊന്നും കുടിച്ചിരുന്നിട്ടില്ല. അമ്മ ആ പഴം കൂടെ കട്ട് തന്നില്ലെങ്കിൽ 2 എണ്ണം കൂടെ ഉണ്ടാക്കരുത്. ഒരു പഴം ഞാൻ 3 ആയിട്ടാണ് കട്ട് ചെയ്ത. 3 എണ്ണം കൂടെ കിട്ടിയേ. ഒരു ദിവസം നിങ്ങൾ ഒരിക്കൽ തക്കാളി റൈസ് ഉണ്ടാക്കിയില്ലേ, അതൊന്നും കൂടെ ഉണ്ടാക്കണം. ഒന്നോട് വേണ്ടിയിട്ട് തക്കാളി റൈസ് ചിക്കൻ ചേർത്തല്ല, അതും കൂടെ ആകുമ്പോൾ നിന്റെ എല്ലാം കഴിയും. ഇപ്പൊ ഒന്നും കഴിച്ചൂടാ. തക്കാളി റൈസ് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് എന്നെ ഓർമ്മിപ്പിച്ച്
ചിക്കൻ കഴിക്കാന്ന് ഡോക്ടർ പറഞ്ഞു. ചിക്കനും മുട്ടയും കഴിക്കാം. പക്ഷെ ഗുളിക കഴിക്കല്ലേ, ഒരു 10-15 ദിവസം കൂടെ കഴിച്ചു മതി. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ ഏകദേശം എല്ലാ കലാപരിപാടികളും കഴിഞ്ഞു. ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ലൈഫിൽ. സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ ഇന്ന് നമ്മളെ എന്താണ് പറയാ, തോരൻ കട്ട് തിന്നു. ഒരു ചെരുവൻ തോരനും കട്ട് തിന്നു. പാവം. അങ്ങനെയുള്ള കുറെ സന്തോഷവും കോമഡിയും. ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ്. വലുതായിട്ടൊന്നുമില്ല, നമ്മളൊരു ദിവസം എന്തൊക്കെ ചെയ്യും, അതിലും കുറേയൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളെ കൊണ്ട് പറ്റണയൊക്കെ നമ്മൾ എടുത്ത്. ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ്. നമ്മൾ ഒരു ദിവസം വീട്ടിൽ ഇരുന്ന എന്തൊക്കെയാണ്, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ. അങ്ങനെ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ ബൈ ബൈ. ടാറ്റ.